കോട്ടയം ജില്ലയിൽ വെള്ളപ്പൊക്കക്കെടുതി അതിരൂക്ഷം. ആളുകളെ വീടുകളിൽ നിന്നും മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഗമൺ, തീക്കോയി ഭാഗങ്ങളിൽ നിന്നും മഴവെള്ളം ഒഴുകിയെത്തി ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയെ മുക്കി. അയർക്കുന്നത്ത് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. തിരുവഞ്ചൂർ പറമ്പകര ലക്ഷം വീട് കോളനി കണിയാംകുന്നേൽ ശരൺ PS ആണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. കനത്ത മഴയിൽ ശരണിന്റെ വീടും പരിസരവും ദിവസങ്ങളായി വെള്ളത്തിലാണ്. ജലനിരപ്പ് ഉയർന്നതോടെ മുറ്റത്ത് വെച്ചിരുന്ന വാട്ടർ ടാങ്ക് പാടശേഖരത്തിലേക്ക് ഒഴുകിപ്പോയതോടെ ഇതെടുക്കാൻ ഇറങ്ങിയപ്പോൾ മുങ്ങിപ്പോവുകയായിരുന്നു. 2018 പ്രളയത്തേക്കാൾ രൂക്ഷമാണ് ഇത്തവണ വെള്ളപ്പൊക്കമെന്ന് നാട്ടുകാർ പറയുന്നു. കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളെല്ലാം വെള്ളത്തിനടിയിലായി. ആളുകളെ പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും സേവന പ്രവർത്തകരും വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടത്തിവരുന്നു. വീടുകളിൽ കുടുങ്ങിയവരെ ഡിങ്കി ബോട്ടുകളിൽ കരക്കെത്തിച്ച ശേഷം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കിടപ്പ് രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ 2018 വെള്ളം കൂടുതലാണ്. വീട്ടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? വീട്ടിൻ്റെ അവസ്ഥ വീട്ടിൽ കയറാൻ മേലാത്ത അവസ്ഥയാണ്. ഒരു ചങ്കിന് മേലെ വെള്ളമുണ്ട് വീട്ടിനകത്ത്. ഇപ്പോൾ എങ്ങോട്ട് മാറും? ഞാൻ വഴി വേറെ ഒന്നുമില്ല, നോക്കി അത് ക്യാമ്പൊന്നുമില്ല. ഒരധികൃതരുണ്ട്, ക്യാമ്പുമില്ല, ഒന്നുമില്ല. അത് ക്യാമ്പ് സംഘടിപ്പിക്കില്ല, അതൊന്നുമില്ല. നമ്മുടെ അയ്മനം ഇതിൽപ്പെട്ടാണ് പഞ്ചായത്തിൽ. പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. കോട്ടയം ചേർത്തല റൂട്ടിൽ ജില്ലാ കളക്ടർ വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. പാല ഈരാറ്റുപേട്ട റോഡിലും വാഹന ഗതാഗതം സ്തംഭിച്ചു. മീനച്ചിലാറിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ അനുസരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും ഉള്ള കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. 9446 562236 എന്നതാണ് ജില്ലാ കൺട്രോൾ റൂമിലെ ഫോൺ നമ്പർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം.